അവിടെ പോയി നിന്നാ നിന്റെ കുടിയിൽ നിൽക്കും, നീ നല്ലവനാവുമല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഞാൻ ഇവിടെ കുടിച്ചോട്ടാണ് ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ അല്ല, ഇന്നലൊക്കെ കുടിച്ചോണ്ട് എന്നോട് എന്റെ പുഷ്പ എന്നോട് പറയടാ നിന്റെ വർഷത്തിൽ ഒരു ദിവസം ഇപ്പൊ കുടിച്ചോണ്ടല്ല നിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ അതെ പറ്റില്ല. കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ 2 അടിച്ചാലേ ബോധത്തോടെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാ. അമ്മയുടെ കൂടെ ജീവിച്ചപ്പോ ഞാൻ കുടിക്കുകയല്ലായിരുന്നല്ലോ, ഇല്ലേ? ആ അത് ശരിയാണല്ലോ. അയ്യോ അവര് പോയി പിണങ്ങി തീർന്ന്. പിണങ്ങി പോട്ടെ, അഹങ്കാരം ഉള്ളത് അങ്ങനെ ഇരിക്കത്തില്ല. പിണങ്ങത്തൊന്നുമില്ല, ഇവര് തമ്മിൽ ഒരിക്കലും പിണങ്ങത്തൊന്നുമില്ല. പക്ഷെ നീ പോണം മോനെ, നീ ആ കോയമ്പത്തൂർ. എനിക്ക് അത് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. പക്ഷെ അതിന് അങ്ങനെ വാശി പിടിച്ചെന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. എന്തി നടക്കണ്? നീ കാലുകുത്തി തന്നെ കുഴപ്പാ. നിനക്ക് നിന്റെ വീട്ടിൽ കുത്തിയിരുന്നാ പോരാനോ? എന്റെ വേത്തക്ക് അച്ചാറും കൊണ്ട് ഇങ്ങോട്ട് വരണം. എന്റെ മോൻ മേടിച്ചു തരും. ഞാൻ കഞ്ഞി വെച്ച് കുടിച്ചോളാം. കൊണ്ടുപോയി നിന്റെ അച്ചാറും കൊണ്ട്. എന്ത് വീടാണ് ഇതൊരു സ്വസ്ഥത ഇല്ലാത്ത വീട്. ഈ വീടിന് ഒരു കുഴപ്പമില്ല. ആ അച്ചാറും തൂക്കി രാവിലെ ബസ് കയറി ഇങ്ങോട്ട് പോന്നോളൂ. എന്താ ആൾക്കാരത്? തന്നെ ഉണ്ടാക്കിയതാണ് തളയ്ക്കതോ? അതുമില്ല, വല്ലവരെയും നടന്ന് മേടിച്ചോണ്ടൊന്ന് അച്ചാറ്. അവൾ അപ്പുറത്തെങ്ങാണ്ട് കൂടോത്രം ചെയ്ത അച്ചാറും കൊണ്ട് വന്നതാ. ആ അച്ചാർ ഈ മുറി കയറി വഴക്കും തുടങ്ങി. അവൾ അവിടെ ഇറങ്ങി ആ കവലയിറങ്ങി ഗീതയുടെ നിന്ന് മേടിച്ചോണ്ട് വന്നു. അത് ഇവിടെ വെച്ചു ദേഹത്ത് തീർന്നു. ഗീത കൊടുത്തതല്ലേ? ഗീത കൊടുത്തതായിരിക്കും. അമ്മ എന്റെ സപ്പോർട്ട് ചെയ്തോണം. എന്റെ മോന്റെ കൂടെ അല്ലാതെ അമ്മ ഈ പെമ്പിള്ളാര് പറയുന്ന കേട്ട് അതിനൊപ്പം നിന്നാലുണ്ടല്ലോ. ഞാനിപ്പോ പോകുന്നു. നീ പൊക്ക മക്കളെ. 2 പെണ്ണുങ്ങളും. എടാ നീ പറഞ്ഞൊക്കെ കറക്റ്റാണ്. ഇല്ല അത് പ്രശ്നമില്ല, പൈസയൊക്കെ പുഷ്പ തന്നോളൂ വളിയാ. നീ പോണെന്നാണോ പറയുന്നത്? ഓക്കെടാ, ഓക്കെ. അച്ഛാ അല്ല, എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പിടിച്ചെടുത്തിട്ടു അച്ഛനെ പിന്നെ ആ വഴിയേ കണ്ടില്ലല്ലോ. എടാ നീ എന്തോന്നൊക്കെ പറയണേ? അച്ഛന് അതിനേക്കാളും വലിയ ടെൻഷൻ അല്ലേ? അല്ല എന്നാലും അച്ഛൻ കൗൺസിലിങ്ങിന് പോയാലേ എന്നെ ആരും ഉത്തരവാദിത്തം പഠിപ്പിക്കൂടി. ശരിയാ. ഓ അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടെ നമ്മളെ ആക്കാൻ ഇറങ്ങിയതാ അല്ലേ? ആക്കാൻ വന്നതല്ല, അച്ഛൻ കൗൺസിലിംഗ് പിന്നെ എന്നെ ആരും പഠിപ്പിക്കും ലക്ഷ്യബോധം. ശരിയാ, അച്ഛൻ പോയി ഉത്തരവാദിത്തങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഞങ്ങളെയും കൂടി പഠിപ്പിക്കാൻ. എന്നാ എന്റെ മക്കള് കേട്ടോ, അച്ഛൻ പോവാൻ പോവാ. അത് ശരി, അപ്പൊ അച്ഛന് ഉത്തരവാദിത്തം ഇല്ലാന്നാണ് അച്ഛൻ പറയണത്? അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെ പിന്നെ വണ്ടിക്കൂലി മുടക്കി കോയമ്പത്തൂർ വരെയൊക്കെ പോകാൻ നിൽക്കുന്നു, ഇവിടെ വന്നാ പോരെ? മതിയായിരുന്നടാ. പക്ഷെ നിങ്ങൾ 4 ഞാറുവാളികൾ വിടില്ലേ? പിന്നെ നിങ്ങളെ തള്ളയില്ലേ? നിങ്ങൾ ഇന്നൊക്കെ ഒന്ന് മാറി നിന്ന് എനിക്ക് കുറച്ച് ദിവസം മനസമാനത്തോടെ ജീവിക്കാൻ. അങ്ങനെ പണം അതിനാ. ആ പക്ഷെ ഞാൻ പോയിട്ട് വരുമ്പോഴേ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ 4 ലക്ഷ്യബോധം പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കളി മാറാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ ഞഞ്ഞാ മുഞ്ഞാന്ന് പറഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു ലക്ഷ്യബോധത്തിൽ എത്തിക്കും. അന്നേരം ഈ മോന്തൊക്കെ ഇതുപോലെ തന്നെ കാണണേ. സ്വന്തേ കളിയാക്കാൻ ഇറങ്ങുന്നു. നാണമില്ലല്ലോടാ, നീ ഒന്നും ഒരു ലക്ഷ്യബോധത്തിലും എത്തിയിട്ടില്ല. എന്നിട്ട് എന്നെ കളിയാക്കാൻ രണ്ടും കൂടെ. ആകാശത്തോട്ട് നോക്കണ്ട, ഇവിടെ ഞാൻ നിൽക്കുന്നത്. മാമ്പഴം തലേ വീഴൂടാ. തെങ്ങ് നിൽപ്പുണ്ട്, തേങ്ങയും കൂടെ വിടാതെ നോക്കൂ. അതിനുള്ള ലക്ഷ്യബോധം പോലും ഇല്ലല്ലോ ഒന്നിനും. അതുകൊണ്ട് മര്യാദയ്ക്ക് കളിയാക്കലൊക്കെ കൊള്ളാം. നിന്റെ തരത്തിനൊത്ത ആൾക്കാർ വേണം. തന്തേം തള്ളയൊന്നും കളിയാക്കി ഇറങ്ങല്ലേ, വിവരം അറിയും. ഇതിപ്പോ നമ്മള് കളിയാക്കാൻ വന്നിട്ട് അച്ഛൻ നമ്മളെ കളിയാക്കിട്ടല്ലോ. അതല്ലടി, ഇതിപ്പോ അച്ഛനങ്ങ് തീരുമാനിച്ച നന്നാവാൻ വേണ്ടി. നന്നാവട്ടടാ. മക്കളെ സഞ്ജു, നീ കൃത്യമായിട്ടൊക്കെ പഠിച്ചോണേ. ഞാനിവിടെ ഇല്ലെന്നോർത്ത് നീ ഉഴപ്പിക്കളയരുത്. എനിക്ക് അത് തന്നെ അച്ഛനോട് പറയാനുള്ള. ചുമ്മാ പോയി ഉഴപ്പരുത്, പോയി നന്നായിട്ടൊന്ന് തിരിച്ചു വാ. വാ അടിയൻ അനുസരിച്ചോളാവേ. ഉഴപ്പാതെ കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് വരാം. മോളെ മധു, ഞാനിവിടെ ഇല്ലെന്ന് ഓർത്തിട്ട് നീ അമ്മ ഒറ്റയ്ക്ക് ആക്കി കളയരുത് അടുക്കളയിൽ. നീ കൂടെ നിന്ന് ജോലിയെല്ലാം എടുത്തോണം കേട്ടാ. അല്ലെങ്കിൽ അച്ഛനോട് ഉള്ളപ്പോഴും ഞാൻ തന്നെയല്ലേ അമ്മനെ സഹായിക്കാറ്. അപ്പൊ അച്ഛൻ്റെ ഉപദേശമൊന്നും വേണ്ട. ആയിക്കോട്ടെ. മോളെ കൃഷ്ണ, എന്റെ പൊന്നച്ഛൻ എന്റെ അടുത്ത് ഒന്നും പറയല്ലേ, എനിക്കൊന്നും അനുസരിക്കാൻ വയ്യ. നീ വരുപടി. എൻ്റെ ഉപദേശം ചോദിച്ചോണ്ട് നീ വരും. പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം നിന്റെ. അമ്മേ 2 ദിവസത്തേക്ക് ഞാൻ മാറി നിൽക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അനുഗ്രഹം ഉണ്ടായിരിക്കണം. നിന്റെ മട്ടുമാതിരിയും കണ്ടാ നീ ആണ്ട് ഗൾഫിലേക്ക് പോണ പോലെ ഉണ്ടല്ലോടാ. 2 ദിവസം മാറിക്കുന്നതിനാടാ. എന്ത് പാടേ ഇത്? ആൾക്കൊരു വിലയും ഇല്ല. ചേട്ടാ എന്നോട് യാത്ര പറയണല്ലേ? നിന്നോട് എന്ത് യാത്ര പറയാനടി? നീ നിന്റെ വലുതുകാലം എടുത്തു വെച്ച് ഇവിടെ 1-ാം തീയതി കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ടപ്പുകയാണെന്ന്. അത് തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇവരോടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞില്ലേ, എന്നോട് ഒരു വാക്ക് പറ. നിന്നോട് പറയാ ഒരു വാക്ക്. ഞാനിവിടെ ഇല്ലാന്ന് വെച്ചിട്ടേ നീ ആ പുഷ്പയെടുക്ക പോയി ചൊറിഞ്ഞ് അവളുമായിട്ട് വഴക്കുണ്ടാക്കി ഇവിടെ വല്ല അപകടം ഉണ്ടാക്കിയ നിന്റെ തലയനടിച്ച് പൊട്ടിക്കും. വിളിക്കുന്നു പുഷ്പ എന്ത് ചെയ്യേ? ചേച്ചി നിങ്ങൾ പറഞ്ഞ കാശ് മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ എണ്ണി നോക്ക്. എണ്ണൊന്നും വേണ്ട. പിന്നെ ഇത്
ഞാൻ ചിട്ടി പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് തന്നത്. 2 ദിവസം കൗൺസിലിംഗ് കൂടി നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരണം. ഓ, കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. ഞാനെന്നാ പോയിട്ട് വരാം. അമ്മേ അനുഗ്രഹിക്കണം അമ്മേ. ഈ കാലും കൈയൊന്നും പിടിച്ച് നേരം കൂട്ടല്ല. കോയമ്പത്തൂർ വരെ എത്തണ്ടല്ലേ, വേഗം പോവാൻ നോക്ക്. കോയമ്പത്തൂരോട്ട് പോവുക. അച്ഛാ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും തിന്നാൻ വെച്ചോണ്ടിരുന്നേ. ഞാൻ കഴിക്കാൻ മേടിച്ചോണ്ട് വരും. നിനക്ക് മാത്രം തരത്തില്ല, ബാക്കിയുള്ളവർക്ക് എല്ലാം കൊടുക്കും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥിക്കണേ. അച്ഛാ പോയി നന്നായി വാ. പോയി അടിച്ചു കൊടുത്തിട്ട് ഓച്ചാ സെറ്റാക്ക്. എന്തിനാടാ നോക്കിയിരിക്കുന്നത്? പോ അങ്ങോട്ട്. നമ്മുടെ സാക്ഷരതാ ക്ലാസ്സിലെ ഇതുപോലത്തെ നോവലൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന എന്ത് രസമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മേ, നീ എന്താടി ഐസ്ക്രീമിൽ വീണോ? എത്ര നേരം ഞാൻ വിളിക്കണു. എന്തോ പറ്റി? പുക കഴിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം തീർന്നു. അമ്മ മോട്ടർ നിട്ടൂടെ? നീ അങ്ങോട്ട് മോട്ടർ പോയിട്ട് അമ്മയ്ക്ക് നിട്ടൊന്നൂടെ? അതിനാ നിനക്കിട്ടാ കഷ്ട കണ്ണു കാണാത്ത ഞാൻ അങ്ങനെ പോയി എടുക്കണ്. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ നിന്ന് നോവല് വായിക്കുക. അമ്മയ്ക്ക് എന്നേക്കാൾ വലുതാണ് നോവല്. അതെ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എടി പുഷ്പേ, പുഷ്പേ. അമ്മ എന്താ ചേച്ചി വിളിക്കണേ? അവള് വിട്ടുവരും. എന്താ അമ്മയെ വിളിച്ചേ? ഇതെന്ത് ഫേഷ്യലടി? ഇത് സോപ്പ് കൊണ്ടുള്ള ഫേഷ്യല്. വെള്ളം തീർന്നു ചേച്ചി. എടി ആ മോട്ടർ ഒന്ന് അടിച്ചേ. അമ്മ പോയിട്ടിടമ്മേ. എടി മോട്ടർ ഒന്ന് അടിച്ചിടാൻ മേലെ വെള്ളം തീരുന്ന എനിക്കറിയാൻ മേലെ. ഇല്ല, എനിക്ക് സൗകര്യമില്ല. അതിനാ മോട്ടർ കത്തിപ്പോയോ? കത്തിപ്പോയി. നീ എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതല്ലമ്മേ, ശരിക്കും നമ്മളെ മോട്ടർ കത്തിപ്പോയി. അയ്യോ, അപ്പൊ എന്റെ മുഖം ഇങ്ങനെ കഴുകി ഞാൻ. നീ കഴുകണ്ട, ഇങ്ങനെയാ നിന്നെ കാണാൻ നല്ല സ്റ്റൈലുള്ളത്. എന്നാ കുറച്ച് മൂത്ത് ഞാൻ തേച്ചു തരാം. ചേച്ചിക്ക് അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. എന്തൊരു കണ്ണ് നീറിയിട്ട് വയ്യ. എന്നാലും നിന്റെ ഏട്ടൻ പറഞ്ഞത് ശരിയാ മോളെ. നീ വന്നത് നമ്മളെ മോട്ടർ കത്തി. അത് ശരിയാ. ഇവള് കാലെടുത്ത് വെച്ചത് ഇവിടുത്തെ വെള്ളം കൂടി മുട്ടിച്ചു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അപമാനിക്ക. ഓ, ഈ അവസ്ഥയില്. അല്ല, എനിക്ക് 1-ാം തീയതി എന്നെ ഇങ്ങോട്ട് കെട്ടിയെന്നളിക്കണം എന്നാ നിർബന്ധം ഉണ്ടായേ? അമ്മേ, കളിക്കളയാടി. ഞാൻ കാണിച്ചു തരാല്ലോ അതിന്. ഒരു മോട്ടർ ഇടാൻ വെള്ളം തരുന്ന മനുഷ്യനില്ലേ വീട്ടില്? ദൈവമേ, ഇതെന്റെ മേത്താക്കിയത് കൊണ്ടോടി. അതൊന്ന് തുടച്ചാളി. ഇങ്ങോട്ട് തുടക്കാനല്ല പറഞ്ഞത്, സാരി തുടക്കാനാ പറഞ്ഞത്. പിന്നെ എന്റെ സാരി ചീത്താക്കാൻ ചേതമുണ്ട്. പൊടി വേണേ. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അത് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ തല്ലിക്കൊല്ലുവാ. എന്തിനാ ഇങ്ങനെ നിലവിളിച്ച കാര്യം? ഞാൻ ആരും വരത്തില്ല. നിങ്ങളെ സ്വഭാവം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ഓ, സാധനമോ? അപ്പച്ചിയോട് ആരായി കാല് വെച്ചിട്ട് എന്റെ റൂമിൽ കയറാൻ പറഞ്ഞേ? ഈ കാല് ഞാൻ കാല് കുത്തി നടന്ന വീട്. ഇത് വീട്ടിൽ ഞാൻ കാലും കുത്തും കൈയും കുത്തും, വേണമെങ്കിൽ തലയും കുത്തി നടക്കും ഞാൻ. ഇപ്പൊ ഈ അപശകനം പിടിച്ച കാല് വെച്ച് ഇവിടെ ഇറങ്ങിക്കോ. നിന്റെ അടി അപശകനം പിടിച്ച കാല്, എന്റെ ഒന്നല്ല. അപ്പച്ചിയുടെ ഈ കാല് വെച്ച് കയറിയോണ്ടാണ് എന്റെ അച്ഛൻ ഈ പണി കിട്ടിയത്. നിന്റെ അച്ഛന് പണി കിട്ടിയതേ നിന്റെ അച്ഛന്റെ കയ്യിൽ പോണ്ട, എന്റെ കയ്യിൽ പോണ്ടല്ല. അപ്പൊ ആ മോട്ടർ ഇത് ആരുടെ കയ്യിൽ പോണ്ടാ? മോട്ടർ അതെന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള മോട്ടറാ. അത് കേടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇത്രയും കാലമായിട്ടും കേടാവാത്ത മോട്ടർ അപ്പച്ചിയുടെ കാല് കുത്തിയപ്പോ കേടായി. എന്റെ പൊന്നപ്പച്ചി നമിച്ചു. എടി, ഇനി എന്റെ കാലിനെ പറ്റി നീ കുറ്റം പറഞ്ഞാൽ നിന്റെ കാല് ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്റെ കാലടിച്ചു പൊട്ടിക്കണ അച്ഛമ്മയുടെ കാലടിച്ചു പൊട്ടിക്കും. അമ്മയുടെ കാലം ഞാൻ അടിച്ചു പൊട്ടിക്കണത്? അച്ഛമ്മയാണ് ആദ്യം പറഞ്ഞോണ്ടിരുന്നത് അപ്പച്ചിയുടെ കാലാണ് അപശകനം പിടിച്ച കാലിന്. ആ മോട്ടർ നന്നാക്കാൻ വരുന്ന അയാളോടൊക്കെ പറഞ്ഞു. മോട്ടർ നന്നാക്കാൻ വന്ന അയാളോട് പറഞ്ഞു. മോട്ടർ നന്നാക്കാൻ ആള് വന്നല്ല, ഇനിയിപ്പോ എന്താണ്? വെള്ളം കിട്ടൂലേ? ഇനി ആ മോട്ടർ കേടാവും, അല്ലെ നന്നാക്കാൻ പറ്റൂല. പുതിയ മോട്ടർ മേടിക്കേണ്ടി വരും. നഷ്ടം. എന്റെ കാലേ നിങ്ങൾ കുറ്റം പറഞ്ഞത്? എന്റെ കൈ കൊണ്ട് ഞാൻ മോട്ടർ നന്നാക്കും. പരിപാടിക്ക് അറിയും. ഞാൻ നന്നാക്കൂടി മോട്ടർ. എന്റെ അഭിഷേകന അത്ര കോരങ്ങത്തി പോയി നന്നാക്ക്. കിണർ ഇടിഞ്ഞു വീഴാണ്ടിരുന്നാ മതിയായിരുന്നു. പൊന്നോ, ഈ മോട്ടറിന് കേടാൻ പറ്റിയ സമയം. കോരി നാട് ഒടിഞ്ഞ്. എടി കൃഷ്ണേ, ഇത് രണ്ടിലും കൂടെ കോരിക്കേ. ഇത് രണ്ടും കൂടി ഞാൻ കോരണോ? പിന്നെ കോര്. അച്ഛൻ ഒരു കാര്യം ചെയ്, അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടിലല്ലേ ബക്കറ്റുകളൊക്കെ എടുത്തോണ്ട് പോവാ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. നീ ആദ്യം ഈ ബക്കറ്റ് നിറച്ചിക്കേ, എന്നിട്ട് ഞാൻ അയൽവക്കത്തെ ബക്കറ്റൊക്കെ മേടിച്ചോണ്ടിരാം. എന്തൊരു അനുസരണ. ഞാൻ വെറുതെ പറഞ്ഞതാ. എടി, വെറുതെ പറഞ്ഞാണല്ലോ അതൊരു ഉപകാരമല്ലേ. നീ ഇതൊന്ന് നിറക്കടി, എന്നിട്ട് ഞാൻ മേടിച്ചോണ്ട് വരാന്നേ. നിറക്ക എളുപ്പട്ടെ. എന്തു അടി? ഒന്നുമില്ല, വടിയെടുത്ത് അടി മേടിച്ച പോലെ ആയിപ്പോയി. ഇത് നിറച്ചില്ലെങ്കിൽ നീ എന്റെ അടി മേടിക്കും. കോരി നിറക്കടി അങ്ങോട്ട്.
നോക്കി നിൽക്കുന്നു ഇപ്പൊ ഉണ്ടോ? അച്ഛമ്മ ആയിപ്പോയി. അല്ലെങ്കിൽ നീ ഇവനെ കൂട്ട് മലത്തി കെട്ടിയിട്ട് ഒന്ന് പോയിട്ട് വേണം. ഞാൻ ദാ ഈ വെള്ളം എടുക്കുക, നീ നിറച്ചോ. ഇതെന്താണിത്? ഞാൻ വെള്ളം കോരുകയും വേണം, അച്ഛമ്മ എടുത്തോണ്ട് പോവുകയും ചെയ്യും. എടി നീ കോരിക്കോടി, പിന്നെ എനിക്ക് എടുക്കണ്ടേ വെള്ളം ആവശ്യത്തിന്? ഇത് രണ്ടും നിറക്കി. അമ്മേ എന്തോ അടി, നീ എല്ലാം നശിപ്പിക്കാനാണോ ഇങ്ങോട്ട് കട്ടെഴുന്നോളൂ വന്നത്? ഞാനല്ലോ നശിപ്പിച്ചത്, അമ്മയുടെ കയ്യിൽ നിന്നല്ല ബക്കറ്റ് വീണത്. അച്ഛമ്മ ഇനി ആ ബക്കറ്റിലെ വെള്ളം ഞാൻ നടക്കത്തില്ലട്ടാ. നീ നിറക്കണ്ടേ മക്കളെ, ഇതാ ഇവിടെ കൊണ്ട് നിറപ്പിക്കാം. ആ ഞാൻ വെള്ളം നിറച്ചോളാം, പക്ഷെ ഞാൻ വെള്ളം കോരൂല. മോട്ടർ ഞാൻ നന്നാക്കൂ. ആ നീ മോട്ടറൊന്നും നന്നാക്കണ്ട കേട്ടോ. ഞാൻ മോട്ടർ നന്നാക്കൂടി. മോട്ടറല്ല, മോട്ടോർ സൈക്കിൾ വരെ ഞാൻ നന്നാക്കും. എവിടെയാണ് മോട്ടോർ സൈക്കിൾ? മോട്ടർ എവിടെയാണ്? ആ മറ്റേ വർക്ക് ഏരിയയിലാണ്ട് ഇരിപ്പുണ്ടാവും. ആ മോട്ടർ ഇപ്പൊ നന്നാക്കാം. എടി സരിതേ, ആ മോട്ടർ എങ്ങാനും അഴിച്ച് പറിച്ചിട്ടാ അത് തിരിച്ച് അതുപോലെ ആക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. നീ വേണ്ടാത്ത പണിക്ക് പോലെ. അമ്മേ യൂട്യൂബ് നോക്കി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എത്ര സാധനങ്ങൾ ഞാൻ ശരിയാക്കിണ്ടെന്ന് അറിയാമോ? ഞാൻ നന്നാക്കട്ടെ. വേണ്ട, നീ നന്നാക്കണ്ട, പോണ്ട. ഞാൻ പോവും. എവിടെയാണ് ഇരിക്കുന്നത് മോട്ടോർ സൈക്കിള്? വർക്ക് ഏരിയ ഇരിപ്പുണ്ടെന്ന്. വർക്കരിയില്ല, നമുക്ക് വിട്ടു. എടി സരിതേ, പോവരുതെന്ന്. ഡി ഈ വെള്ളം എല്ലാം പെട്ടെന്ന് നിറച്ചു വെച്ചോണം. ഇതും പിടിച്ച് ഇങ്ങനെ നിൽക്കാനല്ല പറഞ്ഞ, കോരി അങ്ങോട്ട് ഒഴിക്കാൻ. ഓ എന്തൊരു സുഖം കൊച്ചുമക്കൾ ഉണ്ടായതുകൊണ്ട്. ആ നിനക്കൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ, നിനക്ക് വെറുതെ ഇരുന്ന് ഞാനേ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. അച്ഛമ്മയ്ക്ക് ഇത് ആരോഗ്യം ഇല്ലേ? ഓ എനിക്ക് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ എല്ലാം ചെയ്താ. വേണമെങ്കിൽ അങ്ങോട്ട് കോരിക്കോടി ഉണ്ടില്ലേ, ഒരുങ്ങി കെട്ടി നിന്നാ മതിയല്ലോ. അതിനെ തടാവാനല്ല പറഞ്ഞത്, വെള്ളം മുക്കി ഇങ്ങോട്ട് ഒഴിക്കാനോ. ഇത്ര ബക്കറ്റ് നിറച്ചു വെച്ചാൽ ഞാൻ വന്ന് നിൽക്കും കേട്ടോ. ഞാൻ ഓടിച്ചോളാം. എന്നെ പേടിപ്പിക്കരുത്, ഉറക്കെ വെച്ചോട്ടല്ലോ. കൊച്ചുമക്കളാണ് പോലും. അച്ഛൻ പറഞ്ഞ പോലെ ഈ അപ്പച്ചി ദുഷകനം പിടിച്ച ആള് തന്നെ. വന്നപ്പോ തന്നെ എനിക്ക് പണി കിട്ടി. നിന്നോട് ആരാടാ പറഞ്ഞ ഈ ബക്കറ്റിലുള്ള വെള്ളം എടുക്കാൻ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞു വെള്ളം എടുക്കാൻ, ഞാൻ പോയി എടുത്തോണ്ട് വന്നേ. എന്നാലേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് കിണറ്റിന്ന് എടുത്ത് കോരിയ വെള്ളമാ. അതിനെന്താന്നാ നീ ഇതിനാണ് ഇത് ചെടിക്കൊക്കെ നനയ്ക്കുന്നേ? പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടേ? എടാ നിനക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ നീ കോരണം കിണറ്റിന്ന്, അല്ലാണ്ട് ഞാൻ കോരിയ വെള്ളം എടുത്തല്ല ഒഴിക്കേണ്ടേ. ഈ വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് പറഞ്ഞത് കിണറ്റിന്ന് കിട്ടിയതാണെന്ന്. അതല്ലടി മണ്ടി പറഞ്ഞേ. വെള്ളം വേണമെങ്കിൽ മഴ വേണം, മഴ വേണമെങ്കിൽ ചെടി വേണം. അപ്പൊ ഇവരെ നമ്മൾ സൂക്ഷിക്കണ്ടേ? ആ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ചെടിക്ക് ഇപ്പൊ വെള്ളം ഒഴിക്കണ്ട. ഇവിടെ ഇവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ഇതൊക്കെ നിങ്ങൾ കേൾക്കും. ആണോ? എന്റെ പൊന്ന് ചെടികളെ, വേറെ എടുത്തെങ്കിലും പോയി വെള്ളം കുടിക്ക്, അല്ലാണ്ട് ഞാൻ കോരിയ വെള്ളം കുടിക്കല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോളാം. എടാ ഇവിടെ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല, അപ്പോഴാണ് അവന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങളുടെ ആടായിക്കോട്ട്. ഈ കിണർ ഈ പറമ്പിലെ കിണർ തന്നെയല്ലേ? അതിന് അതെ, എനിക്ക് അവകാശപ്പെട്ട കിണറാ കേട്ടോ. നിനക്ക് അവകാശപ്പെട്ടതല്ല, അച്ഛമ്മയ്ക്ക് അവകാശപ്പെട്ട കിണർ. അച്ഛമ്മയെ പറഞ്ഞ എനിക്ക് വെള്ളം കോരാൻ. എന്നാ അച്ഛമ്മ പറഞ്ഞ് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. നീ ഒഴിക്കണം കാണുമല്ലോ. ബക്കറ്റ് ഇവിടെ നീ ആദ്യം വിട്. മനസ്സില്ല മനസ്സില്ല, വിട് വിട് വിട്. ചെടിക്കോ ഇത് ഇച്ചിരി കൂടല്ലേ ഉള്ളൂ. നിങ്ങൾ നീ പറഞ്ഞ കഞ്ഞിങ്ങളെ വെക്കാൻ പോകുന്ന കൈമാറ്റ. നിന്റെ അമേരിക്കക്കാരി പെണ്ണിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഉള്ള എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ബ്ലാക്ക് മെയിൽ ആണോ? അതെ. എന്നാ കൊണ്ട് മുഴുകി തിന്നു നിന്റെ ബക്കറ്റും വെള്ളം. ചെടിക്ക് വെള്ളം എനിക്ക് ഒഴിക്കുന്നു. നിങ്ങളല്ലേ ഇവളെ പ്രാഗ് ചെടികൾ, ഇവളെ പ്രാഗ് കിട്ടൂടി പ്രാഗ് കൊണ്ടുപോ. ഉള്ള ബക്കറ്റും വെള്ളം. അച്ഛപ്പ അവിടെ എത്തിക്കാണോമേ? ഞാൻ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു, പക്ഷെ എടുത്തില്ല. ചിലപ്പം തിരക്കാറ്റായിരിക്കും. തങ്കത്തോണി തെന്മലയോരം ഈ തുണിയൊക്കെ പറക്കി എവിടെ പോണ്? കണ്ടാർന്നൂടെ അലക്കാൻ? വായുവിലിട്ട് അലക്കോ? വെള്ളല്ല. അയ്യോ ഞാൻ എൻ്റെ കാര്യം മറന്നുപോയി. ഇതൊരു കഷ്ടമാണ്. നോക്കിയേ, ഇനി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജെല്ലാം കേടാക്കാനായിരിക്കും. എല്ലാം കേടാക്കും. ഞാൻ വന്നിട്ട് ഇവിടെ കേടായത് കുറേ നേരമല്ലേ പറയുന്നത്. നീ എന്തിനാ എന്റെ പേരടിക്ക് കയറുന്നത്? കുറിച്ച് വർത്താനം പറയണത്. നീ കാലെടുത്ത് ഊത്തിയ ശകുന പേഴാന്ന് നിന്റെ ഏട്ടനും അമ്മയും തന്നെയാ പറഞ്ഞ, ഞാനല്ല. ആരുടെ എന്റെ മോളെ ശൗനപ്പുഴയെന്ന് പറഞ്ഞത്? ഇവിളെ ശൗനപ്പുഴയൊന്നുമല്ല, ഇവളെന്റെ ഐശ്വര്യമുള്ള ഒരു മോള. ഇങ്ങനെയല്ലേ നമ്മ കുറച്ചു മുമ്പ് പറഞ്ഞോണ്ടിരുന്നേ? അച്ഛൻ മോട്ടർ കേടായതൊക്കെ മറന്നുപോയാ? 3 മാസത്തെ പെൻഷൻ കിട്ടിയില്ല മോളെ. അത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കാത്തത് കൊണ്ടല്ലേ? അതൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തന്നേ. അതെപ്പോ ഞാൻ അറിയാതെ കൊടുത്തേ? അച്ഛമ്മിനി ആ പെൻഷനൊന്നും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു? എനിക്ക് 3 മാസത്തെ പെൻഷൻ ഒന്നിച്ചാ കിട്ടിയത്. കിട്ടിയാ? പിന്നില്ലേ? എന്നാ പുതിയ മോട്ടർ മേടിക്കാം. പുതിയ മോട്ടർ ഒന്നും വാങ്ങേണ്ടി വരൂല. അതെന്താടാ? ഞാൻ ആ മോട്ടർ ശരിയാക്കി.
എങ്ങനെ ആ മോട്ടർ ശരിയാക്കാൻ വന്ന ആളല്ലേ പറഞ്ഞത് അതൊന്നും ശരിയാകത്തില്ല പുതിയത് മേടിക്കണമെന്ന്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പോയി 2 തട്ടുമുട്ടും കൊടുത്ത് മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട്. ആ അമ്മ ആ പെൻഷൻ കാശിന്ന് കുറച്ച് കാശ് എനിക്ക് തരൂ. അച്ഛനൊക്കെ പെൻഷൻ കിട്ടിയാ? കിട്ടിയടാ. അയ്യോ എന്നാ എനിക്ക് ആ ടീഷർട്ട് വാങ്ങണം. നമുക്ക് വൈകുന്നേരം പോയാലോ? എനിക്ക് ചെരുപ്പ് വേണം. വാങ്ങി തരാന്നേ. അപ്പച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞതാട്ടാ. എനിക്കറിയാലോ ഞാൻ ദുശകനല്ലാന്ന്. അമ്മ അടുക്കളയിലെ സാധനമൊക്കെ തീർന്നു. നീ ആ പറമ്പിലേക്ക് ഇറങ്ങി വല്ല ചേമ്പോ തണ്ടൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കൂട്ടാൻ വെക്കണി വേണേ. ചേമ്പിന്റെ തണ്ട് മതിയാടാ. അച്ഛന് പെൻഷൻ കിട്ടിയില്ല, നമുക്ക് ചിക്കൻ വാങ്ങാം. ചിക്കനെ നിനക്ക് ഇറങ്ങുള്ളൂ. എന്നാ മട്ടൻ വാങ്ങി തരാടാ നിനക്ക്. പറയാനായിട്ട് തോന്നുന്നതൊന്നും ഇഷ്ടമല്ലാന്ന്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അത് തന്നെയാണ്. അമ്മേ ഞാൻ അമ്മ എടുത്ത് പോട്ടെ. ഞാൻ സമാനത്തിന് കക്കൂസി പോട്ടെ. ആവാം. അമ്മേ അയ്യോ മോട്ടർ നന്നാക്കിയില്ല. എടി കൃഷ്ണേ. എന്താടി മധു? മധൂന്നാ ചേച്ചി വിളിക്കടി. ചേച്ചി അതെ, നമ്മുടെ അച്ഛൻ പോയിട്ട് നന്നായിട്ടുണ്ടാവോ? നന്നാവാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താടി അങ്ങനെ ഒരു ടോക്ക്? അച്ഛൻ പോയി ഉള്ള ഉത്തരവാദിത്തമൊക്കെ പഠിച്ചിട്ട് ഇനി നമ്മളടുത്ത് വന്നിട്ട് ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ. അങ്ങനെയെങ്കിലും നീ ഇത്തിരി ഉത്തരവാദിത്തം പഠിക്കട്ടേടി. ഭയങ്കര ഉത്തരവാദിത്തത്തിന്റെ ആളുള്ള ആള്. ഓ, എന്താണ് എനിക്ക് ഉത്തരവാദിത്തത്തിന് കുറവ്? ഒരു കുറവുമില്ല. ഉണ്ടോ, ഞാൻ കുക്ക് ചെയ്യാനൊക്കെ വന്നിരിക്കണുണ്ടോ? എനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ്. ഹായ്, വളരെ അത്ഭുതമായിരിക്കുന്നു. എന്താണ്? ചേച്ചിയും അനിയത്തിയും അടുക്കളയിൽ ഒരുമിച്ച്. എന്നാ വന്ന് കൂട്, കുറച്ചും കൂടെ അത്ഭുതമാവട്ടെ. എന്നെ കൊണ്ട് പണിപ്പിക്കാനുള്ള സൂത്രല്ലേ? ഞാൻ ചെയ്യില്ല, അത്ഭുതം ഇല്ല. എടി അങ്ങനെയല്ല സവാള ഉരിയ വെട്ട്, അപ്പൊ അതിന് വേഗം പൊളിഞ്ഞു വരും. അറിയില്ലല്ലേ? എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സവാള അരിഞ്ഞോളാം. അച്ഛൻ പോയിട്ട് എന്തായാലും നന്നായിട്ട് വരാല്ലേ, അപ്പൊ ഞങ്ങൾ ഇത്തിരി രുചിയായിട്ട് ഫുഡൊക്കെ വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ അച്ഛന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാ? ആ അതെ. മക്കളെ നിനക്ക് വല്ലതും വെക്കാനറിയോ? നിങ്ങളുടെ അമ്മേ പച്ചക്കറി കഴുകാനും അരിയാനും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ദിവസം കുക്കിങ്ങിന് കയറ്റിയിട്ടുണ്ടാ? അപ്പച്ചി, ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രിക്കാരി, എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയരുത്. എടി അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പച്ചി എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കാൻ അപ്പച്ചിക്ക് അറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്നെ പറ്റി അറിയാഞ്ഞിട്ടാ. എത്ര കുക്കിംഗ് ക്ലാസ്സുകളിൽ 1ാം സമ്മാനം നേടിയിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എങ്ങനെ അറിയാനേ? നിനക്ക് എന്നെ പറ്റി വല്ലതും അറിയൂ? ഇല്ല. ബാക്ക് സ്റ്റോറീസ് ഓഫ് സരിത. അല്ല, അത്രയും നന്നായി കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യേ, നോക്കട്ടെ. എനിക്ക് മാറ്, ഞാൻ ഉണ്ടാക്കും. എന്നെ പറ്റി ശരിക്കും അറിയില്ല നിനക്ക്. വേഗം പോവാം. ചെയ്തോട്ടോ. ഓ ഞാൻ നന്നായിട്ട് ചെയ്യും. സവാള പൊളിക്കാൻ പോലും അറിയില്ല. റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഉൻ പേര് സ്വല്ലം റോസാപ്പൂ. എടാ പ്രകാശ് ഇവിടെ ഇല്ലടാ മനോഹര. എവിടെ പോയി പ്രകാശേട്ടൻ? അവനെ 2 ദിവസമായി കോയമ്പത്തൂർ പോയിരിക്കുക. പിന്നെ കോയമ്പത്തൂര്. ഞാൻ ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ പ്രകാശേട്ടനെ. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പ്രകാശേട്ടോ. അല്ല ഇതാരും മനോഹരനാ? എന്നാ എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ ഇന്നലെ നമ്മുടെ പ്രകാശേട്ടനെയും വേണുക്കുട്ടനെയും കൂടെ കണ്ടായിരുന്നു. പ്രകാശേട്ടൻ 2 ദിവസമായിട്ട് കോയമ്പത്തൂരല്ലേ? അതെങ്ങനെ ശരിയായിരുന്നു? ശരി, ഞാൻ ഹോൾസെയിൽ സാധനം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയി. എറണാകുളത്ത് പോയപ്പോൾ നമ്മുടെ പ്രകാശേട്ടനെയും വേണുക്കുട്ടനെയും കൂടെ കണ്ടു. അവരാണെങ്കിൽ എന്നെ കഴിക്കാൻ വിളിച്ച് വെള്ളം അടിക്കാൻ. ഞാനാണെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ചെന്ന് വെള്ളം അടിയൊക്കെ തുടങ്ങി. എല്ലാവരും രസം പിടിച്ച് വരുമ്പോൾ എന്നോട് പറയുക, നീ ഓസിനടിക്കുന്നതാണ്. എടാ നീ എന്റെ മകനെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. അതെന്താ അമ്മ അങ്ങനെ സംസാരിക്കുന്നത്? പിന്നല്ല, എന്നോട് അമ്മയ്ക്ക് സ്നേഹമൊന്നും ഇല്ലയോ? നിന്നോട് സ്നേഹം. എന്റെ മോൻ വെള്ളം അടിക്കാൻ പോണത് എന്താണോ നോണ പറയുന്ന? ഞാൻ നുണയൊന്നും പറഞ്ഞല്ല. അവരെ ഇന്നലെ കണ്ടോളൂ. കൂടെ വേണുക്കുട്ടനും ഉണ്ടായിരുന്നു. പ്രകാശേട്ടൻ തന്നെയാ? അതെ. എന്നിട്ടാണെങ്കിൽ എന്നോട് പൈസ കണക്കൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായിപ്പോയി. ഇതുകൊണ്ട് പ്രകാശനുള്ള പൈസയും കൊണ്ട് വന്നാ ഞാൻ. എന്ത് കണക്ക്? ഷെയർ കൊടുക്കണ്ടേ? ഇന്നലെ എന്നോട് പറഞ്ഞ ഓസിന് വെള്ളം അടിച്ചെന്ന്. എനിക്ക് ആകെ വിഷമമായിപ്പോയത്. സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല മനോഹര, നീ ഒന്നും കൂടി ഒന്ന് പറഞ്ഞ. ഞാനാണ് ഹോൾസെയിലിൽ സാധനം എടുക്കാൻ, തുണി എടുക്കാൻ. നമ്മൾ തുണിയില്ലേ, നമ്മൾ ഹോൾസെയിൽ വെക്കാൻ വേണ്ടിയുള്ള തുണി ഞാൻ പോയി എറണാകുളം വരെ പോയി. അപ്പം ഞാൻ അങ്ങനെ യാദൃശ്ചികമായിട്ട് നമ്മുടെ 2 പേരെയും കണ്ടു. അതായത് വേണുക്കുട്ടനെയും പ്രകാശേട്ടനെയും കണ്ട്. അപ്പം ഞാൻ അതുവഴി ഇങ്ങനെ നടന്നു പോവാൻ. ഞാനൊന്നും വേറെ ഒന്നും നമ്മൾ ഹായ് എന്ന് വെച്ചിട്ട് പോകാന്ന് വെച്ച്. അപ്പം അവരെന്ത് ചെയ്ത് എന്നെ വിളിച്ചിട്ട് വെള്ളം മേടിച്ചു തന്നു കുടിക്കാൻ. കുടിക്കാൻ കള്ള് മേടിച്ചു തന്നു. അപ്പം ഞാൻ പോയി കൂടെ ഒന്ന് കൂടി സന്തോഷം. അപ്പം എന്ത് ചെയ്യാനോ അവസാനം ഈ വേണുക്കുട്ടനെ കളിയാക്കി അത് ഏറ്റുപിടിച്ച് നമ്മുടെ പ്രകാശേട്ടൻ.
അതങ്ങ് ഒത്തിരി വിഷമമായി പോയി. അതുകൊണ്ട് ഞാൻ പൈസയും കൊണ്ട് എവിടുന്നോ എനിക്ക് കിട്ടാനുള്ളത് ഞാൻ പോയി മേടിച്ചോണ്ട് വന്ന് ഇപ്പം ഇങ്ങ് കൊണ്ടുവരുവാ ഞാൻ. രണ്ട് 100 രൂപ കൂടുതലുണ്ട്. ആ വേണിക്കുട്ടന് 50 രൂപയുടെ കൊടുത്തേര്. ആ വേണിക്കുട്ടനാണ് എന്നെ കളിയാക്കാൻ മുമ്പിൽ നിന്നത്. എന്നാ ചേച്ചി അപ്പൊ ശരി, ഞാൻ പോവാ. പ്രകാശൻ ഒരിക്കലും നന്നാവില്ലടി.